ഹലോ എവ്രി വൺ, വെൽക്കം ടു ഷിജീസ് കുക്ക് ബുക്ക് ആൻഡ് വ്ളോഗ്സ്. സ്പാനിഷ് ഐലൻഡായ കനേറി ഐലൻഡ്സിലെ ഒരു ഐലൻഡാണ് ലാൻസറോട്ടെ. ഈ ലാൻസറോട്ടെ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഐലൻഡാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബീച്ചസ് ആണ്. ഈ ബീച്ചിനോട് ചേർന്നാണ് ഇവിടുത്തെ ഹോട്ടൽസുകളും മറ്റ് സെറ്റിൽമെൻറ്റ്സും എല്ലാം വന്നിരിക്കുന്നത്. വളരെ ക്ലീനും ആണ് ഈ ഐലൻഡ്. ഇത് വളരെ ഭംഗിയായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് ഏതാണ്ട് 100 മീറ്ററേ ഉള്ളൂ ഈ ബീച്ചിലേക്ക് വരാനായിട്ട്. ആദ്യത്തെ ദിവസം അവിടെ ഹോട്ടലിൽ ഇന്ത്യൻ നൈറ്റ് ആയിരുന്നു. അപ്പോൾ അവിടുത്തെ എൻ്റർടൈൻമെൻറ്റാണിത്. ഇതാണ് നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടൽ. വളരെ മനോഹരമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു ഹോട്ടലാണ്. ഇൻഡോർ സ്വിമ്മിംഗ് പൂളും ഉണ്ട്, ഔട്ട്ഡോർ സ്വിമ്മിംഗ് പൂളും ഉണ്ട്. അതുപോലെ പുറത്ത് തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഗാർഡനും ഒക്കെയുള്ള ഒരു നല്ലൊരു ഹോട്ടലായിരുന്നു. പിറ്റത്തെ ദിവസം ഞങ്ങളൊരു ഡേ ട്രിപ്പ് ബുക്ക് ചെയ്തിരുന്നു. കോച്ചിനാണ് പോകുന്നത്. അപ്പോൾ അവിടെയുള്ള ഹോട്ടലുകളിൽ നിന്നുള്ള ആൾക്കാരെല്ലാം പിക്ക് ചെയ്ത് ഒരു ഹോൾ ഡേ ട്രിപ്പാണ്. അപ്പോൾ ഈ ലാൻസറോട്ടയിലെ മെയിൻ അട്രാക്ഷൻസൊക്കെ കണ്ട് വൈകുന്നേരം ആകുമ്പം തിരിച്ചെത്തും. ഈ ഐലൻഡ് പണ്ട് മരുഭൂമി പോലെ കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നീട് ഇവിടെ ടൂറിസം ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് ഇവിടെ പ്ലാന്റ്സ് ഒക്കെ വെച്ചുപിടിപ്പിച്ച് കുറച്ചൊക്കെ ഒരു ഗ്രീനറി ആയതിപ്പോൾ. നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഗ്രീൻ ലഗൂൺ എന്ന് പറഞ്ഞൊരു പ്ലേസാണ്. അത് ഈ കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ തടാകം. ആ തടാകത്തിന് ഗ്രീൻ കളറാണ് അതിൻ്റെ വാട്ടർ. പക്ഷേ കടലിന് ബ്ലൂവും ഈ തടാകത്തിന് ഗ്രീനും. അതുകൊണ്ടാണ് ഇതിന് ഗ്രീൻ ലഗൂൺ എന്ന് അവർ പറയുന്നത്. ഈ തടാകം കടലിനോട് ചേർന്നാണ് കിടക്കുന്നത്. ഈ കടലിൻ്റെയും തടാകത്തിൻ്റെയും നടുഭാഗത്തായിട്ട് തിട്ടുപോലെയുണ്ട്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് റൈറ്റ് സൈഡിൽ കടലും ലെഫ്റ്റ് സൈഡിൽ ഈ തടാകവും. അവിടെ നിന്നും ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്തത് നമ്മൾക്ക് ക്യാമൽ റൈഡാണ്, ഒട്ടകത്തിൻ്റെ പുറത്തുള്ള സവാരി. ഈ ഒട്ടകത്തിൻ്റെ 2 സൈഡിലും ചെയർ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 2 പേരാണ് അറ്റ് എ ടൈം ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് കയറുന്നത്. അപ്പോൾ ഈ ചെയറിലാണ് നമ്മളിരിക്കുന്നത്. ഈ ഒട്ടകത്തെയൊക്കെ ഇങ്ങനെ മിന്നപ്പുറകെയായിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ട് പുറയിൽ നമ്മുടെ ഷോൾഡറിനോട് ചേർന്ന് വരും നമ്മുടെ പുറയിലുള്ള ഒട്ടകത്തിൻ്റെ തല. പക്ഷേ നെറ്റ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. എങ്കിലും നമുക്കൊരു ചെറിയ പേടിയൊക്കെ തോന്നും. ലാൻസറോട്ടയിലെ മറ്റൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വോൾക്കാനിക് സീനറിയാണ്. ഇവിടെ മുമ്പുണ്ടായ ഒരു വോൾക്കാനോയിൽ നിന്നുണ്ടായ ലാവ കൊണ്ടുണ്ടായ പാറക്കഷ്ണങ്ങളാണ് ഒരു ഏരിയ മുഴുവനും. ഇപ്പോഴും ഇവിടെ ചില വോൾക്കാനോസ് ഡോർമെൻ്റ് ആണ്. അപ്പോൾ അതവർ ക്ലോസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും അത് ഇറപ്റ്റ് ആകാം. ഇവിടെ ഇവർ 3 എക്സ്പെരിമെൻ്റ് നടത്തിയുണ്ടായി. ഒന്നാമത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂമ്പ വെച്ച് രണ്ട് പ്രാവശ്യം ഒന്ന് കളിച്ചിട്ട് അതിന് താഴെ നിന്നുള്ള മണലെടുത്ത് ഞങ്ങളുടെ കയ്യിൽ തന്നു. നമുക്കത് കയ്യിൽ പിടിക്കാൻ പറ്റുമായിരുന്നില്ല, അതുപോലെ ചൂടായിരുന്നു. രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങിയ പുല്ല് ഇങ്ങനെ താഴേക്ക് വെച്ച് കഴിഞ്ഞപ്പം അത് തന്നെ കത്തിക്കാനായിട്ടുള്ള യാതൊന്നും വേണ്ടി വന്നില്ല. താഴെ നിന്നുള്ള ചൂട് കാരണം അത് തനിയെ കത്തി. പിന്നെ മൂന്നാമത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് ഹോൾ ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്തേക്ക് പൈപ്പ് പോലെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ താഴെ നിന്നുള്ള ചൂട് കൊണ്ട് ഈ വെള്ളം ആവിയായിട്ട് പൊങ്ങി മുകളിലേക്ക് വരും. ഇങ്ങനെ 3 എക്സ്പെരിമെൻ്റ് ഇത് ചെയ്യുകയുണ്ടായി. അപ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ താഴെ എന്തുമാത്രം ചൂടിലാണ് കിടക്കുന്നതെന്ന്. ഇനി ഇവിടെ ഇതിങ്ങനെ കിണർ പോലെ കുറച്ച് നല്ല കുഴിയുണ്ട്. അതിന് മുകളിലായിട്ട് അവർ ചിക്കനും സോസേജസും വെച്ചിരിക്കുകയാണ്. അടിയിൽ തീ ഒന്നുമില്ല, പക്ഷെ താഴെ നിന്നുള്ള ഹീറ്റ് കാരണം അത് തനിയെ കുക്കാണ്. നല്ല ഗ്രിൽഡ് ആയതുപോലെയാണ് വരുന്നത്. ഇനി നമ്മൾ ഈ വോൾക്കാനിക് റോക്കുകൾക്കിടയിലൂടെയുള്ളൊരു യാത്രയാണ്. ആ റോഡിൽ ബസ്സുകൾക്ക് മാത്രമേ ഈ റോഡിലൂടെ പോകാൻ പറ്റത്തുള്ളൂ, കാറുകൾ അലൗഡ് അല്ല. ഈ പാറക്കഷ്ണങ്ങളെല്ലാം തന്നെ ഈ വോൾക്കാനോയിലെ ലാവ ഉറച്ചുണ്ടായ പാറക്കഷ്ണങ്ങളാണ്.
ഈ വോൾക്കാനിക് റോക്കിന് പല കളറാണ്. ഈ കളർ അനുസരിച്ച് ഇതിൻ്റെ അകത്ത് അയൺ, സൾഫർ, മഗ്നീഷ്യം, കോപ്പർ ഇങ്ങനെയൊക്കെയുള്ളത് ഏതാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഈ വോൾക്കാനോ എപ്പം വേണേലും ഇറപ്റ്റ് ആകാം. അതുകൊണ്ട് അവരത് ക്ലോസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ കേസ് അത് ഇറപ്റ്റ് ആവുകയാണെങ്കിൽ ഈ തൊട്ടടുത്തുള്ള ഭാഗങ്ങളിലുള്ള എല്ലാവരെയും അവർ ഇവാക്യുവേറ്റ് ചെയ്യും. അതുകൊണ്ട് അവരത് ക്ലോസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വോൾക്കാനിക് റോക്കുകൾക്കിടയിലൂടെയുള്ള ഈ റോഡ് പണിയാൻ അവർ 7 വർഷം എടുത്തു. ഇപ്പോൾ ഇതിങ്ങനെ ഒരു ടൂറിസത്തിന് വേണ്ടി മാത്രമാണ് ഈ റോഡ് ഉപയോഗിക്കുന്നത്. അത് ബസ് മാത്രമേ അലൗഡുള്ളൂ ഈ റോഡിലൂടെ പോകാനായിട്ട്. ഇനി നമ്മൾ പോകുന്നത് 3000 ഇയേഴ്സിന് മുമ്പ് ഉണ്ടായ ഒരു വോൾക്കാനിക് ലാവ കേവിൻ്റെ അകത്തേക്കാണ്. ഈ കേവിൻ്റെ അകത്തൊരു ചെറിയ ലേക്ക് ഉണ്ട്. ഈ ലേക്കിൻ്റെ അകത്ത് ബ്ലൈൻഡ് ക്രാബ് ഉണ്ട്. ലോകത്തിൽ ഈ ബ്ലൈൻഡ് ക്രാബുള്ള ഒരേ ഒരു ലേക്ക് ഇതാണ്. ഇവിടെ മാത്രമേ നമുക്ക് ഈ ബ്ലൈൻഡ് ക്രാബിനെ കാണാൻ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ വൈറ്റ് കളറാണ്, വളരെ ചെറുതാണ്. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ നമുക്കിതിനെ കാണാൻ സാധിക്കത്തുള്ളൂ. ഇതിന് കണ്ണ് കാണാൻ പറ്റത്തില്ല. ഈ ഡാർക്ക് ഈ കേവിനകത്ത് അതിങ്ങനെ ഈ വെള്ളത്തിൽ മാത്രമാണ് ഇത് ജീവിക്കുന്നത്. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ, ആ കേവിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ അവിടെ കുറച്ച് സീറ്റിംഗ് ഏരിയയൊക്കെ ഉണ്ട്. ആൾക്കാർക്കിരുന്ന് റിലാക്സ് ചെയ്യാനായിട്ടൊക്കെയുള്ള ഒരു ഏരിയയാണിത്. അതിനുശേഷം അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ അതിമനോഹരമായിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. ആൾക്കാർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നവരാരും തന്നെ സ്വിമ്മിംഗ് പൂളിൽ ചാടിയില്ല. പിന്നെ അവിടെ നിന്നും കുറച്ചുകൂടെ മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ളൊരു സീനറിയാണ്. താഴെ നമുക്ക് നമ്മുടെ സ്വിമ്മിംഗ് പൂള് കാണാം. പിന്നെ നമ്മളുടെ ചെറിയ കേവിൻ്റെ എൻട്രൻസ് കാണാം. അതിനപ്പുറത്തേക്ക് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അകലെയായിട്ട് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യനും കാണാം. അതിമനോഹരമായിട്ടുള്ളൊരു സീനറിയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടുകൂടി നമ്മുടെ ഡേ ട്രിപ്പ് തീർന്നു. നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് യാത്രയായി. നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിനടുത്ത് തന്നെയാണ് എയർപോർട്ട്. അപ്പോൾ ഈ കടൽ തീരത്ത് നിന്ന് കഴിഞ്ഞാൽ കടലിൻ്റെ മുകളിൽ കൂടെ ഫ്ലൈറ്റുകൾ വന്ന് റൺവേയിലേക്ക് താഴ്ന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണത്. അങ്ങനെ നമ്മുടെ ലാൻസറോട്ട വിസിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.